നമ്മളെല്ലാവരും ഈജിപ്തിലുള്ള മമ്മികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മരിച്ചു കഴിഞ്ഞ് ശരീരം കേടുവരാത്ത രീതിയിൽ ഒരു കല്ലറയിൽ അടക്കം ചെയ്യുന്നതിനെയാണ് മമ്മി എന്ന് പറയുന്നത്. ഈജിപ്തിൽ ഇത് ധാരാളമായി ഉണ്ട്. എന്നാൽ ഇന്ത്യയിൽ അത്തരം ഒരു മമ്മി ഉള്ളതറിയാമോ? ആ കഥയാണ് ഇന്നത്തെ സ്റ്റോറി ഫോർ യുയിലേക്ക് ഏവർക്കും സ്വാഗതം. 1975 ഹിമാചൽ പ്രദേശിലെ സ്പിറ്റി വാലി എന്ന സ്ഥലത്ത് ഒരു ഭൂകമ്പമുണ്ടായി. ആ സ്ഥലത്തെ റോഡുകളും കെട്ടിടങ്ങളും എല്ലാം തകർന്നു പോയിരുന്നു. എത്രയും പെട്ടെന്ന് ആ റോഡുകൾ നന്നാക്കി എടുക്കേണ്ടിയിരുന്നതിനാൽ ഇന്ത്യൻ ആർമിയാണ് ആ ജോലികൾ ഏറ്റെടുത്ത് ചെയ്തിരുന്നത്. അങ്ങനെ അവർ റോഡുകൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പട്ടാളക്കാരന്റെ കയ്യിലിരുന്ന ഷവ്വൽ എന്തിലോ ചെന്നുടക്കി. അവിടം പരിശോധിച്ച ആ പട്ടാളക്കാരൻ കണ്ടത് ഒരു തലയോട്ടിയായിരുന്നു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്ന് ആ ഭാഗം സൂക്ഷ്മമായി പരിശോധിച്ചു. ഒരു ഞെട്ടലോടെ അവരത് കണ്ടു. അതൊരു ബുദ്ധ സന്യാസിയുടെ ഇരിക്കുന്ന രൂപത്തിലുള്ള ശവശരീരമായിരുന്നു. ഒട്ടും അഴുകിയിട്ടില്ലാത്ത, അതായത് മമ്മിഫൈ ചെയ്യപ്പെട്ട ഒരു ശരീരം. ഒരു കാലിൻ്റെ മുകളിൽ കൈ കയറ്റി വെച്ച് മുട്ടുകാലിൽ തല സപ്പോർട്ട് ചെയ്തു വെച്ച നിലയിലായിരുന്നു ആ ശരീരം ഇരുന്നിരുന്നത്. വായു കുറച്ച് തുറന്ന് പല്ല് വെളിയിൽ കാണാവുന്ന നിലയിലായിരുന്നു ശരീരം. പിന്നീട് നടന്ന അന്വേഷണത്തിൽ അത് 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബുദ്ധ സന്യാസിയായിരുന്ന സാൻകാ ടെൻസിൻ്റേതാണെന്ന് അവർ കണ്ടെത്തി. വിചിത്രമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സ്വയം ഒരു മമ്മിയായി മാറുകയായിരുന്നു. അക്കാലത്ത് ടെൻസിൻ താമസിച്ചിരുന്ന ഗ്രാമത്തിൽ ധാരാളം തേളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ തേളുകൾ ആ ഗ്രാമത്തെ കൂട്ടത്തോടെ ആക്രമിക്കാൻ വരുന്നു എന്നൊരു വിശ്വാസം അവിടെ രൂപപ്പെട്ടു. അതിൽ നിന്നും തൻ്റെ ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ടെൻസിൻ സ്വയം ഒരു മമ്മിയായി മാറിയത്. അതിനുവേണ്ടി അദ്ദേഹം ഒരു പ്രത്യേക ഭക്ഷണ രീതി പിന്തുടരാൻ തുടങ്ങി. ഇതുമൂലം ശരീരത്തിലെ ഫാറ്റും ബോഡി ഫ്ലൂയിഡ്സും എല്ലാം കുറഞ്ഞ് ആന്തരാവയവങ്ങൾ ചുരുങ്ങാൻ തുടങ്ങും. അങ്ങനെ ശരീരം അഴുകാത്ത രീതിയിൽ മമ്മിഫൈ ചെയ്യപ്പെടും. എന്തായാലും ടെൻസിൻ്റെ ബോഡി കണ്ടെടുക്കുമ്പോൾ ഒരു കട്ടി കൂടിയ ഗ്ലാസ് ബോക്സിനുള്ളിൽ അഴുകാത്ത നിലയിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു വിധത്തിലുള്ള കെമിക്കൽസും ഉപയോഗിച്ചല്ല ശരീരം അങ്ങനെയായതെന്ന് പിന്നീട് നടന്ന പരിശോധനയിൽ വ്യക്തമായി. അതുകൊണ്ട് തന്നെ അതൊരു നാച്ചുറൽ മമ്മി എന്നും അറിയപ്പെടാൻ തുടങ്ങി. കൂടാതെ ടെൻസിൻ്റെ മുടിയും നഖവുമൊക്കെ ഇപ്പോഴും വളരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരും അവിടെ ധാരാളമായുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ലിവിംഗ് ബുദ്ധ എന്നും അറിയപ്പെടുന്നുണ്ട്. വിശ്വാസികൾ അദ്ദേഹത്തെ ഒരു ദൈവമായും കാണുന്നു. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന മറ്റ് സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. താങ്ക്